RDX അടുത്ത വിഷയത്തിലേക്ക്. മലയാള സിനിമ മൊത്തത്തിൽ ഒരു നഷ്ടക്കച്ചവടമാണോ? ആണെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. മലയാള സിനിമയിൽ പണമിറക്കിയാൽ പ്രതിഫലം നഷ്ടവും കടവും പരാതിയും മാത്രമാണെന്ന്. ജനുവരിക്ക് പിന്നാലെ ഫെബ്രുവരിയിലെ നഷ്ടക്കണക്ക് കൂടി നിർമ്മാതാക്കൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. ഫെബ്രുവരിയിൽ മാത്രം ആകെ നഷ്ടം 53 കോടി. തിയേറ്ററിൽ ഇപ്പോഴും നിറഞ്ഞോടുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലും നഷ്ടപ്പട്ടികയിലുണ്ട്. ജനുവരിയിലെ ആകെ നഷ്ടം 110 കോടിയായിരുന്നുവെന്നും നിർമ്മാതാക്കൾ പറയുന്നു. ഈ 2 മാസത്തിനിടെ ആകെ ലാഭത്തിലെത്തിയത് രേഖാചിത്രം മാത്രമാണെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. നിർമ്മാതാക്കൾ പറയുന്ന ഈ തിയേറ്റർ ഷെയർ മാത്രമാണോ സിനിമയുടെ വരുമാനം? 100 രൂപ ടിക്കറ്റ് വിറ്റാൽ കിട്ടുന്ന 30 രൂപയ്ക്കപ്പുറം നിർമ്മാതാവിന് ഒറ്റ പൈസയും കിട്ടുന്നില്ലേ? ടിക്കറ്റ് വരുമാനം അല്ലാതെ മറ്റൊന്നും പുറത്തുവിടുന്ന കണക്കുകളിൽ പരാമർശിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? നിർമ്മാതാക്കൾ പറയുന്ന ഈ കണക്ക് നമുക്കൊന്ന് ഓടിച്ചു കാണാം 59 സെക്കൻഡിൽ. ശേഷം കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാം. ഫെബ്രുവരിയിൽ റിലീസായത് ആകെ 17 സിനിമകൾ. ഇതിൽ തടവ് എന്ന സിനിമയുടെ കണക്കുകൾ നിർമ്മാതാക്കളുടെ പക്കലില്ല. ബാക്കി 16 സിനിമകൾക്ക് ആകെ മുതൽ മുടക്ക് 75 കോടി രൂപ. തിയേറ്റർ വരുമാനം 23.5 കോടി മാത്രം. 53 കോടി രൂപ നഷ്ടമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. തിയേറ്ററിൽ നന്നായി ആളുകയറുന്ന കുഞ്ചാക്കോ ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടിയും നിലവിലെ, അതായത് 3 ദിവസം മുൻപത്തെ കണക്കിൽ നഷ്ടമാണ്. 1.5 കോടിയിലേറെ രൂപ ചെലവായ ലൗഡേൽ നേടിയത് 10,000 രൂപ മാത്രം. ജനുവരിയിൽ 28 മലയാള സിനിമകളും ഒരു റീ റിലീസും 12 അന്യഭാഷാ ചിത്രങ്ങളും പ്രദർശനത്തിനെത്തി. ആകെ നഷ്ടം 110 കോടി. 30 കോടി നിർമ്മാണ ചെലവുള്ള ടോവിനോ ചിത്രം ഐഡന്റിറ്റി നേടിയത് വെറും 3.5 കോടി. 2.5 കോടി ബജറ്റിൽ ഒരുക്കിയ ഒരുമ്പെട്ടവൻ നേടിയത് വെറും 3 ലക്ഷം. ജനുവരിയിൽ ലാഭം നേടിയ ഏക സിനിമ രേഖാചിത്രം. മമ്മൂട്ടി ചിത്രം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്, ബേസിൽ ജോസഫിന്റെ പൊന്മാൻ, വിനീത് ശ്രീനിവാസന്റെ ഒരു ജാതി ജാതകം, ഇത് മൂന്നും തിയേറ്റർ വരുമാനമല്ലാതെ തന്നെ മറ്റ് ബിസിനസ്സുകളിൽ നിന്ന് ടേബിൾ പ്രോഫിറ്റ് ആയിരുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. സിനിമാ നഷ്ടത്തിന്റെ ഒരു പെരുക്കക്കണക്കാണ് നിർമ്മാതാക്കൾ അവതരിപ്പിക്കുന്നത്. ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട്, എന്തുകൊണ്ടാണ് തിയേറ്റർ ഷെയർ മാത്രം നൽകുന്നത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. നഷ്ടക്കണക്കിലെ ഈ തല്ലുമാല നമുക്കൊന്ന് പരിശോധിക്കാം. നഷ്ടക്കണക്ക് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് സിനിമാ തർക്കമുണ്ടാകുന്നത്. കലഹം തുടങ്ങിയത് നിർമ്മാതാക്കളുടെ സംഘടനയിലാണ്. ആദ്യം തുടക്കം സുരേഷ് കുമാർ ആന്റണി പെരുമ്പാവൂർ വാക്പോരിലാണ്. പ്രശ്നമായത് എമ്പുരാൻ ബജറ്റിനെ പറ്റിയുള്ള സുരേഷ് കുമാറിന്റെ പരാമർശമാണ്. താരങ്ങൾ നിർമ്മാതാക്കളാകരുതെന്ന പരാമർശം വിവാദമാവുകയായിരുന്നു. സിനിമാ സമരപ്രഖ്യാപനത്തോട് ആന്റണി പെരുമ്പാവൂരിന് എതിർപ്പുമായിരുന്നു. തർക്കത്തിൽ താരങ്ങൾ അണിചേർന്നു. ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ച് മോഹൻലാലും പൃഥ്വിരാജും വന്നു. ആന്റണിക്ക് ഫിലിം ചേംബറിന്റെ കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടി. മാർച്ച് 25 ശേഷം റിലീസിന് ചേംബറിന്റെ അനുമതി തേടണമെന്ന് ഫിയോക് പ്രഖ്യാപിച്ചു. ലക്ഷ്യമിട്ടത് എമ്പുരാനെ ആണ് എന്ന് വ്യക്തമായിരുന്നു. ആന്റണി പെരുമ്പാവൂരിന്റെ ഓഫീസിൽ ഇതിനിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. സംഘടനാ നേതൃത്വത്തിന് വഴങ്ങി പിന്നീട് ആന്റണി പെരുമ്പാവൂർ. പിന്നീടാണ് സിനിമാ സമരവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വരുന്നത്. ജൂൺ 1 മുതൽ സിനിമാ സമരം പ്രഖ്യാപിച്ച നിർമ്മാതാക്കൾ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണം എന്നതാണ് ആദ്യത്തെ ആവശ്യം. സർക്കാർ വിനോദ നികുതി പിൻവലിക്കണമെന്നും നിർമ്മാതാക്കൾ OTT മ്യൂസിക് സാറ്റലൈറ്റ് വിൽപ്പന നഷ്ടത്തിൽ എന്നുമാണ് പരാതി. ഈ കണക്കുകളെല്ലാം ശരിയാണോ എന്നുകൂടി നോക്കണമല്ലോ. വരുമാനം എവിടെ നിന്നെല്ലാമാണ്? ആകെ വന്ന പണം എത്ര? കണക്കില്ല. പുറത്തുവിടുന്ന കണക്ക് കേരളത്തിലെ തിയേറ്റർ കളക്ഷൻ മാത്രമാണ്. OTT സാറ്റലൈറ്റ് കണക്കുകളെ പറ്റി പരാമർശമില്ല. മ്യൂസിക് റൈറ്റ്, യൂട്യൂബ് അടക്കം വരുമാനവും പറയുന്നില്ല. മുടക്കുമുതലിൻ്റെ യഥാർത്ഥ കണക്കുകൾ വിശദീകരിക്കുന്നില്ല. തകർന്നടിഞ്ഞവയേറെയും മികച്ച ഉള്ളടക്കമില്ലാത്ത സിനിമകളാണ് എന്ന വസ്തുതയുണ്ട്. 2024 കണക്ക് ഇങ്ങനെയാണ്. ആകെ തിയേറ്ററിലെത്തിയ 199 മലയാള ചിത്രങ്ങളിൽ റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്തവ 5 ചിത്രങ്ങളാണ്. 100 കോടി ക്ലബിൽ കയറി 26 എണ്ണത്തിൽ 100 കോടി ക്ലബിൽ കയറിയത് 5 ചിത്രങ്ങളാണ്. വിജയപട്ടികയിൽ ഇടം നേടിയത് 26 എണ്ണം മാത്രം. 100 കോടി ക്ലബിൽ കയറി 5 മലയാള ചിത്രങ്ങൾ: പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, ആവേശം, ARM, ആടുജീവിതം. അങ്ങനെ ആകെ നേട്ടം 1550 കോടി എന്ന അനൌദ്യോഗിക കണക്ക്. നിർമ്മാതാക്കൾ പറയുന്നത് 199 ചിത്രങ്ങൾക്ക് 1000 കോടി മുതൽ മുടക്ക് എന്നാണ്. 26 ചിത്രങ്ങളിൽ നിന്ന് 300-350 കോടി ലാഭം. ബാക്കി ചിത്രങ്ങളിൽ നിന്ന് 600-650 കോടി വരെ നഷ്ടം. തിയേറ്റർ വരുമാനത്തിന് പുറമേയുള്ള വരുമാനങ്ങൾ നിലച്ചു എന്ന് നിർമ്മാതാക്കൾ പറയുന്നു. എണ്ണത്തിലല്ല, ഉള്ളടക്കത്തിലാണ് പ്രേക്ഷക താല്പര്യമെന്ന് സമ്മതിക്കുന്നു. പ്രതിഫലം കുറച്ച് താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും സഹകരിക്കണമെന്ന നിർമ്മാതാക്കളുടെ ആവശ്യം അവിടെ നിൽക്കുകയും ചെയ്തു. സനീഷ്, ഈ കണക്ക് പറയുമ്പോൾ ഒരു പ്രശ്നം, ഇത് കണക്കാണ്, ഒരു കണക്ക് പറയുന്നുണ്ട് എന്നുള്ളതൊഴിച്ചാൽ കണക്കിൻ്റെ പൂർണ്ണതയില്ലാത്ത ഒരു രൂപമാണ് നിർമ്മാതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ്. ഇവർ പരസ്പരം ശത്രുതാപരമായി ഈ കാര്യത്തിൽ ഇടപെടുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി അതടക്കം നഷ്ടക്കണക്കിലാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു കേട്ട കണക്കനുസരിച്ചാണെങ്കിൽ OTT നെറ്റ്ഫ്ലിക്സിന് അത് കൊടുത്തത് ഏതാണ്ട് 9 കോടിക്ക് അടുത്താണ് എന്നാണ്. 11 കോടി തിയേറ്ററിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ
ആ സിനിമ എങ്ങനെ നഷ്ടക്കണക്കിൽ വരും? അതുപോലെ പൈങ്കിളി OTT-യിൽ വലിയ പൈസയ്ക്ക് കൊടുത്തതാണ് എന്ന് നമ്മൾ കേൾക്കുന്നു, അത് നഷ്ടക്കണക്കിലാണ് ഇവർ പറയുന്നത്. ഇങ്ങനെ ഈ തിയേറ്റർ ഷെയർ മാത്രം എടുത്ത് ഇത് വലിയ നഷ്ടമാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ ഇതിലേക്ക് വരാനുള്ള ഇൻവെസ്റ്റർമാരും മടിച്ചു നിൽക്കുകയാണ് ചെയ്യുക. പക്ഷേ അങ്ങനെയൊന്നും ഇൻവെസ്റ്റർമാർ മടിച്ചു നിൽക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഈ കണക്ക് ഇതെന്തോ മറ്റെന്തോ രാഷ്ട്രീയത്തിൻ്റെ പേരിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിപ്പോൾ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇത് അത്തരത്തിൽ തള്ളിക്കളയേണ്ടത് നമ്മളെ ബാധിക്കുന്ന, പ്രേക്ഷകരെ ബാധിക്കുന്ന ഒരു കാര്യമല്ല ഇത് എന്ന്. രണ്ടാമത്തേത്, ഇതിങ്ങനെ നഷ്ടം, അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന OTT-ക്കൊക്കെ പുറത്ത് ഇവർ മുറിച്ച് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇട്ടാൽ പോലും പൈസ വരും. അങ്ങനെ പലതാണ് ഇതിൻ്റെ ലാഭം. അതായത് സാമ്പത്തികമായിട്ടുള്ള ലാഭം കൊണ്ട് മാത്രമല്ല ഒരാൾ വന്ന് പടം നിർമ്മിക്കാൻ പോകുന്നത്, ആ ഇൻഡസ്ട്രിയിലേക്കുള്ള വരവ്, അതുകൊണ്ടുണ്ടാകുന്ന ആനന്ദങ്ങൾ, മറ്റൊരുപാട് സംഗതികളാണ് അവരുടെ ലാഭം. ആ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. എന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയിലേക്ക് വരികയും ആ ഇൻഡസ്ട്രിയിൽ പണം മുടക്കുകയും ചെയ്യുമ്പോൾ ഒരു സിനിമാ നിർമ്മാതാവുകയും മറ്റും ചെയ്യുന്നതിൻ്റെ സാമ്പത്തിക ലാഭം എന്ന് വെച്ചാൽ, ലാഭം എന്ന് വെച്ചാൽ സാമ്പത്തികം മാത്രമല്ല. അതുകൊണ്ട് ഇത് നഷ്ടക്കണക്കാണെന്നൊക്കെ പറയുന്നത് തള്ളിക്കളയണം. പിന്നെ ഇവർ ഈ ഇറക്കുന്ന പൈസ അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഹർഷൻ ഈ പൊതുസമൂഹത്തിലേക്കല്ലേ ഇറങ്ങുന്നത്. ലൈഫ് ബോയ്സ് തുടങ്ങി എത്ര ആളുകൾക്കാണ് ഈ പണം കിട്ടുന്നത്? സമ്പത്തങ്ങ് വിതരണം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് അവർക്ക് സാമ്പത്തിക നിർമ്മാതാക്കൾക്ക് കുറച്ച് പണം പോയി എന്ന് വെച്ചാൽ നമ്മൾ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ഒരു കാര്യം ഒന്നുമില്ല, ഒരുപാട് ഇവർ ഇത്ര മാത്രം ധ്യാൻ ശ്രീനിവാസിന്റെ പടം എല്ലാം പൊളിയുന്നു, മറ്റേ അയാളെ പരിഹരിക്കുന്ന ആൾക്കാരുണ്ട്. ധ്യാൻ ശ്രീനിവാസിന് പക്ഷേ ഇഷ്ടംപോലെ പടമുണ്ട്. എങ്ങനെയാണ് വരുന്നത്? പിന്നെ ഒറ്റ കാര്യം കൂടെ, അതായത് ഈ പറയുന്നത് പോലെ എന്നാൽ ഈ സിനിമകൾ ഇപ്പോൾ എമ്പുരാന്റെ കാര്യം ആലോചിച്ചു, ആളുകൾ സിനിമ പടം ഇറങ്ങുന്ന മുന്നേ ഓടി കയറി നല്ല കണ്ടന്റ് ആളുണ്ടാവും. തീർച്ചയായും നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാൻ സമയമില്ല. അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാത്രം മലയാള സിനിമയുടെ നഷ്ടം 51 കോടി എന്ന് പദം പറയുന്നു ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ജനുവരിയുടെ നഷ്ടം 110 കോടി. ആനുപാതികമായ തുടർ നഷ്ടം അവർ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സിനിമാ സമരത്തിന് തയ്യാറെടുക്കുകയാണ്. ജൂൺ 1 മുതൽ ഈ പറയുന്നത് തിയേറ്റർ കളക്ഷൻ മാത്രം പറഞ്ഞുള്ള കണക്കാണ് എന്ന് സ്ഥാപിച്ച നിർമ്മാതാക്കളുടെ നഷ്ടവാദം പാടെ തള്ളുന്നില്ല RDX. വാദത്തിനു വേണ്ടി ടിക്കറ്റേതര വരുമാനങ്ങളുടെ കണക്ക് നമ്മളാരും കാണുന്നതല്ല, നമുക്ക് കിട്ടുന്നതുമല്ല. GST, വിനോദ നികുതി, താരങ്ങളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും വലിയ പ്രതിഫലം, ഇത് നാലുമാണ് നഷ്ടത്തിൽ നിന്ന് മഹാനഷ്ടത്തിലേക്ക് മലയാള സിനിമയെ കൂപ്പുകുത്തിക്കുന്നതെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. പക്ഷേ അത്ര ലളിതമല്ല നഷ്ടത്തിൻ്റെ ആ സമവാക്യം. പോയ കൊല്ലം 100 കോടി ക്ലബിൽ കയറിയ 5 മലയാള സിനിമകൾ ഉണ്ടായി. 8 നിലയിൽ പൊട്ടിയതിലേറെയും പ്രമേയപരമായോ ലാവണ്യപരമായോ കലാപരമായോ മെച്ചമില്ലാത്ത സിനിമകളായിരുന്നു. കാലത്തിൻ്റെയും പ്രേക്ഷകരുടെയും മാറ്റം തിരിച്ചറിഞ്ഞ് സ്വന്തം മാധ്യമത്തിലേക്ക് പകർത്തുന്നവരുടെ സിനിമകൾ 100 കോടി ക്ലബിൽ ഒന്നും കയറിയില്ലെങ്കിലും ആള് കാണുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്, OTT-യിലും സാറ്റലൈറ്റിലും വിറ്റുപോകുന്നുമുണ്ട്. RDX ഇന്നിവിടെ അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്.